മുൻ മുഖ്യമന്ത്രിയും നിയുക്ത പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയനെ വീട്ടിലെത്തി കാണാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. രമേശ് ചെന്നിത്തലയും അദ്ദേഹം വീട്ടിലെത്തി കാണുമെന്ന് അറിയുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിലെത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി ഇന്ന് കൊച്ചിയിലെത്തുന്നു വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് വൻ വരവേൽപ്പ് നൽകാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ ഒരുങ്ങുന്നു എന്ന വിവരമുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നിയുക്ത മുഖ്യമന്ത്രിയെ ഇന്ന് സന്ദർശനം നടത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയുടെ ചടങ്ങുകളുടെ വിവരങ്ങൾ ചർച്ച ചെയ്യാനാണ് അവരെത്തിയെന്നാണ് വിവരം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതുപോലെ കൊച്ചിയിൽ നിന്ന് വിൻ സി വിജയനും ചേരും. ആദ്യം ശ്രീജിത്തിലേക്ക്. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. SKN ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിലെത്തി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ചർച്ച നടത്തുന്നത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയുക്ത മുഖ്യമന്ത്രിയെ ധരിപ്പിക്കലാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിയുക്ത പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ കാണാനായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ ബേക്കർ ജംഗ്ഷനിലെ വാടക വീട്ടിലേക്ക് പോകുന്നത്. 9 മണിക്ക് ശേഷം അവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ സീനിയർ നേതാവുമായ രമേശ് ചെന്നിത്തലയുമായും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തും. ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ഇന്റർസിറ്റി എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ 9:30 കൂടിയാണ് ഇറങ്ങുന്നത്. അതിനുശേഷമായിരിക്കും രമേശിന്റെ വീട്ടിലേക്ക് എത്തി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തെ കാണുന്നത്. എന്തായാലും രമേശ് മന്ത്രിസഭയിൽ ചേരുമോ ഇല്ലയോ എന്നതൊക്കെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ രമേശ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ ജോസഫ് വാഴക്കൻ കന്റോൺമെന്റ് ഹൌസിലെത്തി നിയുക്ത മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ വന്നിട്ടുണ്ട്. അത് ഈ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളെ ഈ രമേശിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഏറെ നിർണായകമായിരിക്കും. ഇനി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി തത്സമയം ചേരുകയാണ്. പറയൂ വിപിൻ, ഉദ്യോഗസ്ഥ മേധാവികളൊക്കെ തന്നെ VDയെ സന്ദർശിച്ചു രാവിലെ. പറയൂ വിപിൻ. SKN ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് എറണാകുളത്തേക്ക് തിരിച്ചെത്തുകയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ വരവ് ഒരു വലിയ വരവേൽപ്പോടുകൂടി സ്വീകരിക്കാൻ തന്നെയാണ് ഇന്നിപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അദ്ദേഹം വന്നിറങ്ങുന്നത്. അവിടെ നിന്നും വലിയ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യും. ഇന്നലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആഘോഷം തന്നെയാണ് നടന്നത്. ജനനായകന സ്വീകരണം എന്നുള്ള ബോർഡുകൾ എന്തിക്കൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകരെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇന്നും വലിയ സ്വീകരണം ഒരുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഞായറാഴ്ചയായിരിക്കും പിന്നീട് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുക. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ അതിനു മുൻപായി തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകൾ സ്വാഭാവികമായിട്ടും അപ്പോൾ കൊച്ചിയിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ UDF യോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം എറണാകുളത്തേക്ക് സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അത് പറവൂരിലേക്കായിരിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ UDF യോഗം, അതിൽ ആരൊക്കെ മന്ത്രിമാരാകും എന്നതിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കും. പിന്നീട് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നതിന്റെ ചർച്ചകൾ തന്നെ കൊച്ചിയിലായിരിക്കും. അതിന്റെ സജീവമായിട്ടുള്ള വരുന്ന മണിക്കൂറുകൾ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യുക. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.